പിടിച്ച് കെട്ടറ അവനെ. സംസാരിച്ച് വിടാന്ന് വെച്ചപ്പോ അവന്റെ ഒരു ഷോ കാണിക്കല്. നോക്ക്, നീ ആ കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചത് ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലടാ. ഞാൻ വിടില്ല. നിന്റെ അമ്മയാടാ എന്റെ ജീവിതം തകർത്തത്. അവരെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാവോ അങ്ങനെയൊക്കെ ഞാൻ അവഹേളിക്കടാ. നിന്റെ ഭാര്യയും ഞാൻ വെറുതെ വിടില്ല. രണ്ടുപേരെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും. നിന്റെ അമ്മ, ആ രാക്ഷസി പ്രൊഫസർ പ്രഭാവതി എന്റെ മുന്നിൽ വന്ന് കെഞ്ചുന്ന കാഴ്ച നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാടാ. സത്യങ്ങൾ പുറത്തു വന്ന് നാട്ടുകാരൊക്കെ അവരെ കല്ലെടുത്തെറിയുന്നതും നിനക്ക് നേരിട്ട് കാണാടാ. നിന്റെ തള്ളയും ഭാര്യയും ഗതി കിട്ടാതെ ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ നാട്ടുകാരുടെ മുൻപിൽ കൈനീട്ടി തെരുവുകളിൽ തെണ്ടൂടാ. നീ നന്ദനെ തല്ലിയോ? നീ ജീവനോടെ പോലടാ. എന്താടാ നീ പറഞ്ഞത്? നിന്നെ നിന്റെ തള്ളയും പെണ്ണും പിള്ളയൊക്കെ തെണ്ടിക്കള ഞാൻ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് കരുതിയതാ. അവൻ സമ്മതിക്കത്തില്ല. സാർ എന്ത് പണിയായി കാണിച്ചേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഋഷി, എനിക്ക് നന്ദ, എടാ ഇതെത്തിരി കടുത്തു പോയടാ. നോക്കടാ, നീ ഇങ്ങനെ വരേ. എണീക്കടാ, എണീക്കേ. എടാ വാ ഇങ്ങോട്ട്. നീ എന്ത് പണിയടായി കാണിച്ചേ? എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാന്ന് വെച്ചപ്പോ അവന്റെ തലയ്ക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. എടാ, അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഇല്ല, ഈ അവസ്ഥയിൽ ആശുപത്രി കൊണ്ടുപോയാലേ എല്ലാരും അപ്പൊ തന്നെ അകത്താ. എന്തൊരബദ്ധം ഞാൻ കാണിച്ചേ. എടാ, അവനെ ഇവിടെ വിട്ടാ ശരിയാവില്ല. നീ വന്നേ, ഒന്നും നോക്കണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അതൊന്നും ശരിയാവില്ല. പ്രശ്നത്തിന് മുകളിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാം. എടാ, അവൻ ചിലപ്പോ. നന്ദ, നീ വീട്ടിൽ പോയേ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട. അമ്മയും ദേവിയൊക്കെ അവൻ അത്രയ്ക്ക് ആക്ഷേപിച്ചപ്പോഴാ കൺട്രോൾ വിട്ടുപോയത്. എടാ അത് വിട്. അവന് ബോധം വരുമ്പോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം. നിന്നെ കണ്ടാൽ വീണ്ടും വയലന്റ് ആവും. അത് വലിയ പ്രശ്നവും. നീ ചെല്ല്. എടാ അവന്റെ കാര്യം. കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? നീ വന്നേ, നിന്നെ ഞാൻ ഓഫീസിന്റെ അവിടെ ആക്കാം. വാടാ ഇങ്ങോട്ട് വന്നേ.